അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അൽ മുതക്കബ്ബിർ എന്ന ഇസ്മ് 11-ാമതായാണ് പരിചയപ്പെടുത്തുന്നത്. മഹത്വമുള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഇസ്മും ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ആയത്തിലൂടെ പ്രതിപാദിക്കപ്പെട്ടത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ കിബ്റു റിദാഇ വൽ അസമത്തു ഇസാരി വമൻ നാസഅനി വാഹിദൻ മിൻഹുമാ കദഫ്തുഹു ഫിന്നാർ. അഹങ്കാരം എൻ്റെ മേലങ്കിയും മഹത്വം എൻ്റെ വസ്ത്രവുമാണ്. അവയിലൊന്നിൻ്റെ പേരിൽ ആരെങ്കിലും എന്നോട് തർക്കിച്ചാൽ അവനെ ഞാൻ നരകത്തിൽ എറിയപ്പെടുന്നതാണ്. വൈദക്കുൽനാലിൽ മലായിക്കത്ത് സ്തുദൂലി ആദമ ഫസ്ജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. എവിടെയും മനോപകരത്തിൽ ഓടിയെത്തുന്ന സംഭവമാണ് മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന. ഇബ്ലീസ് ഒഴിച്ചുള്ള മാലാകമാർ സാഷ്ടാംഗമർപ്പിക്കുകയും ഇബ്ലീസ് വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളിൽ ഉൾപ്പെടുകയും ചെയ്തു. ഖിബറിൻ്റെ പേരിലാണ് ഖിയാമത്ത് നാൾ വരെ എവിടെയും ശാപത്തിന് പാത്രീഭൂതനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖിബറു ബത്റുൽ ഹഖ് വ ഗംതുൻ നാസി. അഹങ്കാരം സത്യത്തെ വളച്ചൊടിക്കുകയും ആളുകളെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് കൂടി ശ്രദ്ധിക്കൂ. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ ബിൽ ഖിബരിൻ. ഖിബറിൻ്റെ ഒരു അടിപിടി തൂക്കം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശാശ്വതമായ നാളത്തെ ജീവിതത്തിൻ്റെ സുഖാനുഭൂതി അനുഭവിക്കണമെങ്കിൽ ഹൃദയാന്തരങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അഹങ്കാരവും ആഠിത്യവുമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിനയാന്വിതനായി തീരാൻ പരിശ്രമിക്കുക. ഭൂമിയിൽ അഹങ്കാരികളായി ജീവിച്ച പല വ്യക്തിത്വങ്ങളുടെയും അവസ്ഥ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവാണ് വലിയവൻ. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമസ്കാരത്തിൽ ധാരാളം തക്ബീറുകൾ നാം ചൊല്ലുന്നത്. അവിടുത്തെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ റുക്കൂഇലും സുജൂദിലും റബ്ബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലക്കൂത്തി വൽ കിബിരിയായി വൽ അദമത്തി എന്ന ദിക്റിനെ അധികരിപ്പിക്കാറുണ്ടായിരുന്നത്. താഴ്മയുള്ളവർക്ക് മാത്രമേ റബ്ബുൽ ഇസ്സത്തിനെ സ്മരിക്കാനും പുകഴ്ത്താനും സാധിക്കുകയുള്ളൂ. അഹങ്കാരികൾ ഭൂമിയിൽ ഒരു സ്ഥാനവുമില്ല. അള്ളാഹുവും ജനങ്ങളും അവനെ വെറുക്കുന്നു. വിനയാന്വിതമായി ജീവിതം നയിക്കാനും റബ്ബിൻ്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കാനും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ ഇസ്മിനെ പതിവാക്കിയാൽ അവൻ്റെ കാര്യങ്ങളെ മഹത്വവൽക്കരിക്കപ്പെടുകയും ഒരു തരത്തിലും അവനെ എതിർക്കാൻ ഒരാൾക്കും സാധിക്കുകയുമില്ല. അസ്മാഉൽ ഹുസ്നയുടെ ഹക്ക് ജഅ് ബർക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വോയിസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റും കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് സഹകരിക്കുക.